നമസ്കാരം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് റിയൽ ആണോ? അതോ റീൽസിൽ ടോക്സിക് പോസിറ്റിവിറ്റി ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു സ്കാം മാത്രമാണോ ഇത്? ഷോർട്ട് ആൻസർ ഇസ് യെസ്, ഇത് റിയൽ ആണ്. ബട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാരണങ്ങൾ കൊണ്ടാവണമെന്നില്ല. ഇതിന് ന്യൂറോ സയൻസിൻ്റെ ബേസിസിലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ബേസിസിലൊരു റീസൺ ഉണ്ട്. ആൻഡ് എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മാനിഫെസ്റ്റേഷൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊരു സയൻറ്റിഫിക്കലി മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂറോ സയൻസിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനകത്ത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RAS എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 5 സെൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ഓരോ സെക്കൻഡും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലെ സ്കിന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബബ്ലി അവിടെയുള്ള ടെമ്പറേച്ചറിൻ്റെ ഒരു ഇത് അറിയാം. തണുപ്പായിട്ടാണോ ചൂടായിട്ടാണോ ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു സാധനം ആ സ്കിന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ കാണുന്ന ഐസിലൂടെ തന്നെ എന്തോരം ഇൻഫർമേഷനാണ് ഓരോ സെക്കൻഡും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. പക്ഷേ ഇതിൽ എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഈ RAS. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ അടുത്ത് തന്നെ പറയുകയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിലെ ഈ ഒരു സിസ്റ്റം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലെയും നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിലീഫിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം നിങ്ങൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബേസിസിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത് റിപ്പീറ്റഡ്ലി പറയുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ ആക്ച്വലി റീവയർ ചെയ്യാണ് ഇതൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നടക്കുന്നത് ബ്രെയിൻ ഫിൽട്ടർ ഇൻ ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്യും. എൻ്റെ ലൈഫിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ചായ കുടിക്കാനായിട്ട് പുറത്ത് പോയി. അപ്പോൾ ഞങ്ങളുടെ കോൺവെർസേഷൻ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് അവനൊന്ന് മെൻഷൻ ചെയ്തു ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഒരു പുതിയ ബിസിനസ് അവൻ്റെ പാരൻസ് നോക്കിയിരുന്ന ബിസിനസ് ഏറ്റെടുത്ത് അവൻ നടത്താൻ പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഫ്രീലാൻസിങ് വർക്ക് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് അതിൽ കുറച്ചും കൂടി പ്രൊജക്ട്സ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അതിനുവേണ്ടി ആലോചിച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നി എന്നാൽ മേ ബി അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും ഫ്രീലാൻസിങ് വർക്കിൻ്റെ ആവശ്യമുണ്ടോ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് ഫ്രീലാൻസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ എനിക്കൊരു എക്സ്ട്രാ പ്രൊജക്റ്റുമായി അവന് ഹെൽപ്ഫുള്ളും ആവുമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഒരു നല്ല പ്രൊജക്റ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗോൾസ് എന്താണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് അത് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ നാച്ചുറലി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യാനും അതിൽ ഫോക്കസ് ചെയ്യാനും പറ്റും. ഇനി രണ്ടാമത് സൈക്കോളജിയുടെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ പറയുന്നത് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുന്നോ അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ആക്ഷൻസ് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ബിലീവ്സ് എങ്ങനെയാണോ അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ തോട്ട്സ് ഉണ്ടാവുന്നത്. നമ്മുടെ തോട്ട്സിൻ്റെ ബേസിസിലാണ് നമ്മുടെ ആക്ഷൻസ് ഉണ്ടാവുന്നത്. ഇപ്പം നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കൊരു ഗോളുണ്ട്, നിങ്ങൾക്കൊരു ഓൺടർപ്രണർ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രീലാൻസർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗോള് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യാണ് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സ്കിൽസും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അത്ര നല്ലതാണ് എന്ന് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക്
ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസിലേക്ക് കൺവേർട്ട് ആവും. ഇപ്പം നിങ്ങളൊരു മീറ്റിങ്ങിന് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൂ ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓഫർ ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അത്ര നല്ലതാണ് ആൻഡ് അവർക്ക് ബെനിഫിഷ്യൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺവിക്ഷനോടെ അത് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്കും അത് അക്സെപ്റ്റബിൾ ആൻഡ് ബിലീവബിൾ ആവും. അങ്ങനെ നിങ്ങൾ കൂടുതൽ നല്ല ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ക്ലയൻസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെ അത് തന്നെ ആക്ട് ഔട്ട് ആവും ഇൻ റിയാലിറ്റി. ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് മെത്തേഡാണ്. ഇപ്പോൾ നോർമലി ആൾക്കാർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഗോൾസ് ഇതാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുക അല്ലെങ്കിൽ എഴുതുക ഒക്കെ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇതൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സായിട്ടാണ് എടുക്കുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ അവരും അവരുടെ ഗോൾസ് എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് എഴുതുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യും. സ്റ്റെപ്പ് 2 ആണ് ഇവർ ബാക്കിയുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിലിവർ നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റോയിക് ഫിലോസഫിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ബിഗ് ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എടുക്കുന്നതിന് മുന്നേ അവർ ഇത് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും നെഗറ്റീവായിട്ട് എന്താണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുന്നത് വഴി അവർക്ക് ആ ഒരു നെഗറ്റീവ് സിനാരിയോ അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഉണ്ടായാലും അവരത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യില്ല ഇമോഷണലി. ആൻഡ് ദെൻ ഓൾസോ അവർ ആ നെഗറ്റീവ് സിനാരിയോ ആലോചിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്ത് മൂവ് ഫോർവേഡ് ചെയ്യേണ്ടത് എന്നും അവർ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണ് എന്നുകൂടി വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് സർപ്രൈസിങ് ആയിട്ടൊന്നും ഉണ്ടാവാനില്ല. കാരണം ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സിനാരിയോ നമുക്കറിയാം. എന്ന് വെച്ചാൽ നെഗറ്റീവ് സിനാരിയോയിൽ ഡ്വെൽ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക അല്ല അവർ ചെയ്യുന്നത്. അവർ ആ പോസിറ്റീവ് കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും ഫോക്കസ് ചെയ്യും. ബട്ട് ഇത് അറിഞ്ഞു വയ്ക്കും ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടായാലും അതവരെ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മെത്തേഡ്സിലൂടെയൊക്കെ തന്നെ നിങ്ങളുടെ ഗോളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പ്രൂവൺ മെത്തേഡ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ കൂടി കണ്ടു നോക്കുക. അതും പ്രോബബ്ലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഓർ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതേപോലത്തെ പ്രാക്ടിക്കൽ ഫിലോസഫി വഴി ഡെയിലി ലൈഫ് പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ എങ്ങനെയാണ് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.